അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റെഗുലറും റിപ്പീറ്റിങ്ങും ആൾട്ടർനേറ്റിങ്ങുമായി, ദാറ്റ് മീൻസ് ഇതേപോലെ പോസിറ്റീവ് അയോണുകൾ ഇങ്ങനെ പെർഫെക്റ്റായി പാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ് സോളിഡ്. അത്തരം ഒരാളാണ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത്തരം ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ റെഗുലറും റിപ്പീറ്റിങ്ങുമായി പാർട്ടിക്കിളുകൾ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറൽ പാറ്റേണിനെ, സോളിഡിനെ നമ്മൾ നേരത്തെ ക്രിസ്റ്റൽ എന്ന് വിളിച്ച പോലെ ഈ ഒരു സ്ട്രക്ചറൽ പാറ്റേണിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാറ്റിസ് എന്നാണ്. സോളിഡിൻ്റെ ഈ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്കിനെ നമ്മൾക്ക് ലാറ്റിസ് എന്ന് വിളിക്കാം. ഈ ലാറ്റിസിനെ വെച്ചിരിക്കുന്ന ഇടം, ഏതായാലും ഒരു സോളിഡ് സബ്സ്റ്റൻസ് നമ്മൾ വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്പേസ് ആയിരിക്കുമല്ലോ. സ്പേസിലല്ലേ വെക്കുക? അങ്ങനെ സ്പേസിൽ വെച്ചാൽ, സ്പേസ് മീൻസ് സ്പേസ് 3 ഡയമെൻഷനിലാണ്. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ വെച്ച ലാറ്റിസിനെ നമ്മൾക്ക് ആ പേര് തന്നെ വിളിക്കാം, സ്പേസ് ലാറ്റിസ്. അപ്പോൾ സോളിഡ് എന്ന പേര് ഇനി നമ്മൾ യൂസ് ചെയ്യില്ല. പകരം സോളിഡിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് സോളിഡിനെ നമ്മളിനി വിളിക്കാൻ പോകുന്നത് സ്പേസ് ലാറ്റിസ് എന്നാണ്. എന്താണ് സ്പേസ് ലാറ്റിസ് എന്ന് ചോദിച്ചാൽ പഴയ ഡെഫിനിഷൻ തന്നെ നമുക്ക് പറയാം. ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് എ സോളിഡ് ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ റിപ്പീറ്റിംഗ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് മാനർ എന്നായിരുന്നു. അത് തന്നെ നമ്മൾ പറയും റെഗുലറും റിപ്പീറ്റിങ്ങും ആൾട്ടർനേറ്റിങ്ങുമായി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറൽ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ലാറ്റിസ്. റെഗുലർ റിപ്പീറ്റിംഗ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ഇൻ 3 ഡയമെൻഷണൽ സ്പേസ് ഈസ് നോൺ ആസ് സ്പേസ് ലാറ്റിസ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഒരു സ്പേസ് ലാറ്റിസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്, നോക്കണേ, ഈ ഒരു സ്പേസ് ലാറ്റിസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു യൂണിറ്റിനെ അടുക്കി വെച്ചല്ലേ. ഈ യൂണിറ്റിനെ, നമ്മൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന യൂണിറ്റിനെ ഇതിനകത്തെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പേര് വിളിക്കും. അപ്പോൾ സ്പേസ് ലാറ്റിസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് യൂണിറ്റ് സെല്ലുകൾ അടുക്കി വെച്ചാണ്. അതുകൊണ്ട് നമ്മൾക്ക് യൂണിറ്റ് സെല്ലിനെ അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാം. ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും ചെറിയ പാറ്റേൺ, സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ സ്പേസ് ലാറ്റിസ്. സ്പേസ് ലാറ്റിസിനകത്തെ റിപ്പീറ്റ് ചെയ്യുന്ന സ്മോളസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് യൂണിറ്റ് സെൽ. അപ്പോൾ യൂണിറ്റ് സെല്ല് ക്ലിയർ ആണല്ലോ? ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഈ യൂണിറ്റ് സെല്ലിനകത്ത് ഈ പോസിറ്റീവും നെഗറ്റീവും ടേമുകൾ കൂടി ചേർന്നല്ലേ യൂണിറ്റ് സെൽ ഉണ്ടായത്. അപ്പോൾ യൂണിറ്റ് സെല്ലിനകത്ത് ആരുണ്ട്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകൾ ഉണ്ട്. യൂണിറ്റ് സെല്ലിനകത്തുള്ള ഈ കാണുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകൾ ഈ ഒരു വലിയ സ്പേസ് ലാറ്റിസിനകത്ത് ചെറിയൊരു കുത്തിട്ട പോലെയാണ് ഇതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകൾ ഉണ്ടാവുക. അവരെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പേര് വിളിക്കില്ല. ലാറ്റിസിനകത്ത് ഒരു കുത്തിട്ട പോലെ, ഒരു പോയിന്റ് പോലെ കാണുന്നത് കൊണ്ട് ലാറ്റിസിനകത്തെ പോയിന്റുകളാണ് ഇവർ എന്ന് പറയാം. അവരെ അങ്ങനെ പേര് വിളിക്കാം നമ്മൾക്ക്, ലാറ്റിസ് പോയിന്റ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്പേസ് ലാറ്റിസ് അറിയാം. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ വെച്ചിരിക്കുന്ന സോളിഡിൻ്റെ പേരാണ് സ്പേസ് ലാറ്റിസ്. സ്പേസ് ലാറ്റിസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചെറിയ യൂണിറ്റുകൾ യൂസ് ചെയ്താണ്. അവരെ നമ്മൾക്ക് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. യൂണിറ്റ് സെല്ലിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ട്. അവർ ലാറ്റിസിനകത്തെ പോയിന്റുകളാണ്. അതുകൊണ്ട് നമ്മൾക്ക് അവരെ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പേര് വിളിക്കാം. ഓക്കെ, ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വേക്കൻ്റായ സ്പേസ് കാണാൻ പറ്റും. കാലിയായ ഇടങ്ങൾ ഇതിനകത്തൊക്കെ കാണാൻ പറ്റും. ഇത്തരം വേക്കൻറ്റ് സ്പേസിനെ, ഹോളുകളെ, ഇവർക്കിടയിലുള്ള സ്പേസിനെ, ഇൻ്റർസ്റ്റിഷ്യലായ ഇത്തരം വേക്കൻ്റായ ഇടങ്ങളെ നമ്മൾ സോളിഡിൻ്റെ സ്ട്രക്ചറൽ ഡിസ്കഷനിൽ വോയിഡ് എന്ന് പേര് വിളിക്കും. സോളിഡിനകത്ത് പെർഫെക്റ്റായി പാക്ക് ചെയ്താലും ഇതേപോലെയുള്ള വോയിഡുകൾ കാണാൻ വേണ്ടി കഴിയും. സ്പെറിക്കൽ ഷേപ്പിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തമ്മിൽ ഒട്ടിച്ചു വെച്ചാലും അതിനിടയിൽ ചില ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു 4 ബോളിനെ നമ്മൾ തമ്മിൽ ഒട്ടിച്ചു വെച്ചാൽ, പെർഫെക്റ്റായി ഒട്ടിച്ചു വെച്ചാലും കാണാനൊരു ക്യൂബ് പോലെ 4 ബോളും ചേർന്ന സ്ട്രക്ചർ ഉണ്ടാവുമെങ്കിലും അതിനുള്ളിൽ പോയാൽ ഒരു ചെറിയ ഹോൾ അവിടെ ബാക്കിയുണ്ടാവും. ആ ഹോളിനെ വിളിക്കുന്ന പേരാണ് വോയിഡ് എന്ന്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഇതിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എത്രയാളോട് ടച്ച് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ദാ ഇവിടെ 1, 2, 3. ഇത് പോസിറ്റീവ് അല്ല കേട്ടോ, ഇത് നെഗറ്റീവ് ആണേ. പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ, അത് സ്കിപ്പ് ചെയ്യൂ, നമ്മളുടെ ടേമൊന്നുമില്ല, അത് ഒഴിവാക്കും. നോക്കണേ, ഈ പോസിറ്റീവ് അയോൺ ഇപ്പോൾ 1, 2, 3, 4 പേരോട് ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. 4 പേരോട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് 2 ഡയമെൻഷനാണ് ഈ ചിത്രം.
സോളിഡ് ഒരു 3 ഡയമെൻഷണൽ പാറ്റേണിലാണുള്ളതെങ്കിൽ ഒരാൾ ഇവിടെ മുമ്പിലുണ്ടാവും, ഒരാൾ പുറകിലുണ്ടാവും. അങ്ങനെ 4 പേര് ചുറ്റിലും, ഒരാൾ മുമ്പിലും ഒരാൾ പുറകിലുമായി ഇയാളോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന 6 പാർട്ടിക്കിളുകളുണ്ട്. അങ്ങനെ തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന തൊട്ടടുത്തുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണത്തെ നമ്മൾ കോഓർഡിനേഷൻ നമ്പർ എന്ന് പേര് വിളിക്കും. അപ്പോൾ എന്താ കോർഡിനേഷൻ നമ്പർ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാം. നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ. ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിൻ്റെ ചുറ്റുമുള്ള നിയറസ്റ്റ് ആയ നൈബറിംഗ് പാർട്ടിക്കിളുകളെ മൊത്തം എണ്ണി വിളിക്കുന്ന പേരാണ് കോഓർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പേ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട 5 ടേമുകളാണ് ഞാൻ ഈ പറഞ്ഞത്. സ്പേസ് ലാറ്റിസ്, യൂണിറ്റ് സെല്ല്, ലാറ്റിസ് പോയിന്റ്സ്, വോയിഡ്, കോഓർഡിനേഷൻ നമ്പർ. ഇനി സോളിഡ് സ്റ്റേറ്റിൽ സോളിഡിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേരുകളൊക്കെ ഇടയ്ക്കിടെ പറഞ്ഞു പോവും. അപ്പോൾ എന്താണ് ഈ പേര് എന്ന കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത് റെഗുലർ റിപ്പീറ്റിംഗ് ആൾട്ടർനേറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ വെച്ചിരിക്കുന്ന റെഗുലറും റിപ്പീറ്റിങ്ങും ആൾട്ടർനേറ്റിങ്ങുമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളുകളുടെ ഈ ഒരു അലൈൻമെൻറ്റിൻ്റെ പേരാണ് സ്പേസ് ലാറ്റിസ്. ഇതിനകത്ത് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് യൂണിറ്റ് സെൽ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ സ്പേസ് ലാറ്റിസ്. അതിനകത്ത് യൂണിറ്റ് സെല്ലിനെ ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ദേ ക്യാൻ ബി കൺസിഡേർഡ് ആസ് പോയിന്റ്സ് വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ ലാറ്റിസ്. മൊത്തം ലാറ്റിസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരെ ജസ്റ്റ് പോയിന്റുകളായി നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ദേ ആർ നോൺ ആസ് ലാറ്റിസ് പോയിന്റ്സ്. അവരെയാണ് ലാറ്റിസ് പോയിന്റുകൾ എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ലാറ്റിസ് പോയിന്റ്സ് സിംപ്ലി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് ലാറ്റിസ് പോയിന്റ്സ് എന്ന് പഠിച്ചു വെച്ചാലും മതി. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളുകളാണ് ലാറ്റിസ് പോയിന്റ്സ്. അവർക്കിടയിലുള്ള കാലിയായ ഇടങ്ങൾ, വേക്കൻ സ്പേസ് ഇൻ ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളുകൾക്കിടയിലുള്ള വേക്കൻ സ്പേസിനെ വിളിക്കുന്ന പേരാണ് വോയിഡ്. ഇറ്റ് ഈസ് ദ വേക്കൻ സ്പേസ് ഇൻ ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. അടുത്തത് കോർഡിനേഷൻ നമ്പർ ആണ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്. നിയറസ്റ്റ് നൈബറുകളുടെ ചുറ്റുമുള്ള നൈബറുകളുടെ മൊത്തം എണ്ണത്തിൻ്റെ പേരാണ് കോഓർഡിനേഷൻ നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, സോളിഡിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, യൂണിറ്റ് സെല്ലുകൾ അടുക്കി വെച്ചാണ് സോളിഡ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സോളിഡ് പെർഫെക്റ്റ് ആവണമെങ്കിൽ, സോളിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചത് ഏറ്റവും പെർഫെക്റ്റായി ലിക്വിഡിൽ നിന്നും ഗ്യാസിൽ നിന്നും സോളിഡിനെ വേർതിരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ഏറ്റവും പെർഫെക്റ്റായി പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാണ് സോളിഡ് എന്നതാണ്. അങ്ങനെ സോളിഡിന് ഒരു പെർഫെക്ഷൻ ഉണ്ട് എങ്കിൽ സോളിഡിനെ ഉണ്ടാക്കിയിരിക്കുന്നയാൾ പെർഫെക്റ്റ് ആവണം. പെർഫെക്റ്റായ ഒരാളെ അടുക്കി വെച്ചാൽ മാത്രമേ പെർഫെക്റ്റായ പുതിയൊരാളെ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സോളിഡ് പെർഫെക്റ്റ് ആവണമെങ്കിൽ സോളിഡിനെ ഉണ്ടാക്കിയിരിക്കുന്ന യൂണിറ്റ് സെല്ലുകൾ, നമ്മളിപ്പോൾ പറഞ്ഞു അത് യൂണിറ്റ് സെല്ലുകൾ അടുക്കി വെച്ചാണ് സ്പേസ് ലാറ്റിസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലാറ്റിസ് പെർഫെക്റ്റ് ആവണമെങ്കിൽ യൂണിറ്റ് സെല്ല് പെർഫെക്റ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ ഏത് ഷേപ്പായിരിക്കും നമ്മൾക്ക് സോളിഡിനെ ഉണ്ടാക്കുന്ന യൂണിറ്റ് സെല്ലുകൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയത്? ഏറ്റവും പെർഫെക്റ്റായ ജോമെട്രിക്കൽ പാറ്റേൺ എന്ന് നമ്മൾക്ക് പറയാനാവുക ക്യൂബിനെയാണ്. ഒരു പെട്ടി പോലെയുള്ള അല്ലേ, അടുക്കി വെച്ചുമ്പോൾ ഒരു ബോക്സ് ഷേപ്പ് ആയിരിക്കണം. ഒരു ബോക്സ് ഷേപ്പുള്ള ഏറ്റവും പെർഫെക്റ്റായ ജോമെട്രി ക്യൂബിൻ്റെതാണ്. കാരണം ക്യൂബിൻ്റെ എല്ലാ സൈഡിൻ്റെയും നീളം സെയിം ആയിരിക്കും, എല്ലാ ആംഗിളും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോളിഡ് പെർഫെക്റ്റ് ആവണമെങ്കിൽ സോളിഡിനെ ഉണ്ടാക്കിയിരിക്കുന്ന യൂണിറ്റ് സെല്ലുകൾ ക്യൂബ് ആവുന്നതാണ് നല്ലത് എന്ന് നമ്മൾക്ക് പറയാം. അങ്ങനെ ക്യൂബിനെ അടുക്കി വെച്ചാണ് ലാറ്റിസ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം ലാറ്റിസുകളെ നമ്മൾക്ക് ക്യൂബിക് ലാറ്റിസുകൾ എന്ന് പേര് വിളിക്കാം. ക്യൂബിക് ലാറ്റിസസ്. ഇനി നമ്മൾ കടക്കുന്നത് ക്യൂബിക് ലാറ്റിസസ് എന്ന ടോപ്പിക്കിലേക്കാണ്. ക്യൂബിക് ലാറ്റിസസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ആദ്യം ക്യൂബിക് ലാറ്റിസിനെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മൾക്ക് ക്യൂബിക് ലാറ്റിസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ശ്രദ്ധിക്കണേ, നോക്കൂ. അപ്പോൾ ക്യൂബാണ് ഏറ്റവും പെർഫെക്റ്റായ ജോമെട്രി എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കൊരു ക്യൂബിനെ കൺസിഡർ ചെയ്യാം. ഒരു ക്യൂബിനെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ ക്യൂബിനെ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളുകളെ ചേർത്ത് വരച്ചാണെങ്കിൽ, അങ്ങനെ ഒരു ക്യൂബിനെ കിട്ടണമെങ്കിൽ ദാ
ഇവിടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഉണ്ടാവണം. മിനിമം ഈ 8 കോർണറിലെങ്കിലും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഇല്ല എങ്കിൽ നമ്മൾക്കൊരു ക്യൂബിനെ കിട്ടൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 7 കോർണറിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഈ വരക്കാനാവൂല. 8ാമത്തെ കോർണറിലും ആളുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്ത് വരച്ചാൽ നമ്മൾക്കൊരു ക്യൂബിനെ കിട്ടും. അപ്പോൾ ഒരു ക്യൂബിനെ കിട്ടണമെങ്കിൽ ക്യൂബിൻ്റെ കോർണറുകളിലെല്ലാം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായ ക്യൂബാണിത്. ഇതിലും എളുപ്പത്തിൽ ഒരു ക്യൂബിനെ നമുക്ക് നിർമ്മിക്കാനാവില്ല. ക്യൂബ് ഉണ്ടാവണമെങ്കിൽ മിനിമം ഈ 8 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളെങ്കിലും വേണം. അതുകൊണ്ട് നമ്മൾ ഈ ക്യൂബിനെ ആ പേര് തന്നെ വിളിക്കും, സിമ്പിൾ ക്യൂബ്. സിമ്പിളായി വരക്കാൻ പറ്റിയ ക്യൂബ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇയാളെ ആ പേര് തന്നെ പറയാം, സിമ്പിൾ ക്യൂബ്. സിമ്പിൾ ക്യൂബ് എന്നോ ലാറ്റിസിൻ്റെ പ്രൈമറി ഫോം ആയതുകൊണ്ട് പ്രിമിറ്റീവ് ഫോം ഓഫ് ലാറ്റിസ് എന്ന അർത്ഥത്തിൽ പ്രിമിറ്റീവ് ലാറ്റിസ് എന്നോ പേര് വിളിക്കാം. അപ്പോൾ സിമ്പിൾ ക്യൂബ് ഓർ പ്രിമിറ്റീവ് ലാറ്റിസ് എന്ന് പേര് പറയാം. ശ്രദ്ധിക്കണേ, ഇതിൽ നിങ്ങൾ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഇങ്ങനെ കോർണറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇയാളൊരു ക്യൂബാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു ക്യൂബ്, ഇയാളൊരു ക്യൂബാണെങ്കിൽ ഇതാണ് നമ്മൾ ഈ പറയുന്ന കോർണർ എന്ന് പറയുന്ന സ്ഥലം. ഇതാണൊരു കോർണർ. ഇതിന് മുകളിൽ ഇങ്ങനെ പാർട്ടിക്കിളുകൾ അടുക്കി വെച്ചാണ് നമ്മൾ ക്യൂബ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇതിന് മുകളിൽ ഞാൻ അടുത്ത ഒരു ക്യൂബിനെ അടുക്കി വെക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ കോർണറിന് മുകളിൽ 2 പേര് ടച്ച് ചെയ്യുന്നുണ്ട്. ഇയാളുടെ മുകളിൽ ഒരാളെയും കൂടി ഞാനിവിടെ വെച്ചാൽ ഈ 2 ആളുകൾ കോമൺ ആയി ടച്ച് ചെയ്തിട്ട് ഈ കോർണറിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 പേരെ അടുക്കി വെച്ച് എനിക്ക് ഇതിനപ്പുറത്ത് ഒരാളെ വെക്കാം, ഇതിൻ്റെ മുകളിൽ ഒരാളെ വെക്കാം. അപ്പം 4 പേരെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത്? ഇപ്പം ഞാൻ 2 പേരെ വെച്ചിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു 2 പേരെ ഞാൻ അപ്പുറത്തും വെക്കുന്നു. അങ്ങനെയാണ് ഈ കോർണറിൽ 4 ആൾ ടച്ച് ചെയ്യും. ഇങ്ങനെ 4 പേര് ടച്ച് ചെയ്ത് ഇതിൻ്റെ മുമ്പിലും എനിക്ക് 4 പേരെ വെക്കാം. കുറച്ചുകൂടെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പം നിലത്ത് ഞാൻ ഒരു ബോക്സ് വെച്ചു, അതിനടുപ്പിച്ച് ഒരു ബോക്സ് വെച്ചു, 2 ബോക്സ്. ഇതിന് മുമ്പിൽ ഓരോ ബോക്സ് വെച്ചു. അങ്ങനെ 4 ബോക്സുകൾ അടുക്കി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ദാ ഇങ്ങനെയാണ് നിങ്ങൾ കാണുക. 1 2 3 4. ഇത് 4 ബോക്സിൻ്റെ മുകൾ ഭാഗമാണ്. ഞാൻ 4 ബോക്സിനെ നിലത്ത് അടുക്കി വെച്ചു. 4 ബോക്സും ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അടുപ്പിച്ച് വെച്ച 4 പെട്ടിയെ ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണും. ഞാൻ 1 2 3 4. എനിക്ക് 4 പെട്ടിയുടെ മുകളിലും ഓരോ പെട്ടി കൂടെ വെക്കാമല്ലോ. അപ്പോൾ ഒരു 4 പെട്ടിയെ ഞാൻ നിലത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ 4 പെട്ടിയും കൂടെ തമ്മിൽ ടച്ച് ചെയ്യുന്ന സ്ഥലമാണിത്. ഇതാണ് കോർണർ. അപ്പോൾ ഈ 4 പെട്ടിയുടെയും കൂടെ കോമൺ ആയ കോർണറാണേ അത്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു 4 പെട്ടിയും കൂടെ വെച്ചാൽ ഈ കോർണറിൽ ഞാൻ അടിയിൽ വെച്ച 4 പെട്ടിയുടെ മുകൾ ഭാഗം കോമൺ ആയി ടച്ച് ചെയ്യുന്ന കോർണറാണത്. ഞാൻ അതിൻ്റെ മുകളിൽ 4 ബോക്സ് കൂടെ വെച്ചാൽ 4 എണ്ണത്തിൻ്റെ മൂലയും ഇവിടെ തന്നെയല്ലേ പോയി ടച്ച് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മാക്സിമം ക്ലോസ് ആയി വെക്കാനാവുക 8 ക്യൂബുകളെയാണ്. 4 ക്യൂബിനെ ഞാൻ നിലത്ത് വെച്ചു, 4 ക്യൂബിൻ്റെ മുകളിൽ ഞാൻ ഓരോ ക്യൂബിനെയും കൂടി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കോർണറിൽ ടച്ച് ചെയ്യുക 8 പേരാണ്. അടിയിലുള്ള 4 പേരും ഞാൻ മുകളിൽ വെച്ച 4 പേരുടെ അടിഭാഗത്തുള്ള 4 കോർണറും. ടോട്ടൽ 8 പെട്ടികൾ കോമൺ ആയി ടച്ച് ചെയ്യുന്ന കോർണർ ആണിത്. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ആ കോർണർ തുരന്നെടുത്തിട്ട് ഞാനൊരു ബോളിനെ അതിനുള്ളിലേക്ക് കയറ്റുന്നു. ആ കോർണർ ഇങ്ങനെ മുറിച്ചെടുത്ത് ആ ഷേപ്പിൽ ഞാനൊരു ബോളിനെ അവിടെ വെച്ചു. അപ്പോൾ ഈ 8 പെട്ടിയും തമ്മിൽ ടച്ച് ചെയ്യുന്ന കോർണറിൽ ഞാനൊരു ബോളിനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെയും 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 പല കഷ്ണങ്ങളാക്കി ഓരോ പെട്ടിയെ ഞാനങ്ങ് എടുത്തു മാറ്റുന്നു എന്ന് വിചാരിക്കുക. ആദ്യം നിങ്ങൾ ആലോചിക്കണേ, 4 ബോക്സ് അടിയിലും 4 ബോക്സ് മുകളിലും കോമൺ ആയ കോർണർ എടുത്തിട്ട് ഞാൻ അവിടെ ഒരു വലിയ ബോളിനെ വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. കട്ട് ചെയ്താൽ എൻ്റെ ബോളിൻ്റെ പകുതി മുകളത്തെ 4 പെട്ടിക്കും കിട്ടും, പകുതി അടിയിലത്തെ 4 പെട്ടിക്കും കിട്ടും. ഇപ്പോൾ ബോൾ 2 കഷ്ണമായല്ലോ. ഇനി ഞാൻ ആ ബോളിന് ഇങ്ങനെയും ഇങ്ങനെയും മുറിച്ചാൽ പകുതി കഷ്ണവും 4 ആവും, അടിയിലത്തെ പകുതി കഷ്ണവും 4 ആവും. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ബോൾ 8 കഷ്ണമായി മുറിയും. ഞാൻ എല്ലാ പെട്ടിയെയും മാറ്റിക്കഴിഞ്ഞിട്ട് അവസാനം ഒരു പെട്ടി മാത്രം വെച്ചാൽ ഇത്ര ഭാഗമാണ് ഒരു പെട്ടിക്കകത്തുണ്ടാവുക. ദാ ഇത്രയുണ്ടാവും. എന്ന് പറഞ്ഞാൽ 8 കഷ്ണമായി മുറിഞ്ഞ എൻ്റെ ബോളിൻ്റെ ഒരു കഷ്ണമാണത്. 8ൽ ഒരു ഭാഗമാണത്. 1/8 എന്ന് പറയാം.
അപ്പോൾ ഒരു ക്യൂബ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കോർണറിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ കണ്ടാൽ ആ മുഴുവൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിളും ക്യൂബിന് അവകാശപ്പെട്ടതല്ല. ഇതിൽ 8/1 മാത്രമേ ഈ ക്യൂബിന് കിട്ടൂ. ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ക്യൂബുണ്ട് 2. ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ ഈ കോർണർ ആണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തൊരു ക്യൂബുണ്ട്, ഇതിൻ്റെ മുമ്പിലൊരു ക്യൂബുണ്ട്, ഇതിൻ്റെ മുമ്പിലൊരു ക്യൂബുണ്ട്. 4 ക്യൂബ് ടച്ച് ചെയ്യുന്ന കോർണറാണിത്. ഈ 4 ക്യൂബുകളുടെ മുകളിലും ഓരോ ക്യൂബ് വരുമ്പോൾ എല്ലാ കോർണറും 8 പേരുടെ കോർണറാണ്. അതുകൊണ്ട് ഒരു കോർണറിന്, ഒരു ക്യൂബിൻ്റെ മാത്രം കോർണറിന് അവകാശപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ് അതാണ്, കോൺട്രിബ്യൂഷൻ ഓഫ് എ കോർണർ ഈസ് ഈക്വൽ ടു 1/8. ഒരു കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അത്തരം എത്ര കോർണർ ഉണ്ട് ഈ ക്യൂബിന് നോക്ക് നിങ്ങൾ. 4 മുകളിലും 4 അടിയിലും 8 കോർണറുണ്ട്. ഒരു കോർണറിന് 1/8. അപ്പോൾ 8 കോർണറിനും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിനകത്തെ മൊത്തം ആറ്റത്തിൻ്റെ എണ്ണം 1/8 ഇൻറ്റു 8 കോർണർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സിമ്പിൾ ക്യൂബിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഈ 8 കോർണറും കൂട്ടിയാൽ ഒരാറ്റം എന്ന് നമ്മൾക്ക് ഉത്തരം പറയാം. ഒറ്റ ആറ്റമേ ഉള്ളൂ. കിട്ടുന്നത് ഇങ്ങനെയാണ്, 1/8 കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു കോർണർ ഇൻറ്റു 8 കോർണർ, 1/8 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ക്യൂബിക് ലാറ്റിസുകളിൽ ആദ്യത്തെ ക്യൂബിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സിമ്പിൾ ക്യൂബ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിമിറ്റീവ് ലാറ്റിസ്. ലാറ്റിസിൻ്റെ പ്രൈമറി ഫോം ആയതുകൊണ്ട് നമ്മൾക്കതിനെ പ്രിമിറ്റീവ് ലാറ്റിസ് എന്ന് പേര് വിളിക്കാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഹിയർ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് എവറി കോർണേഴ്സ് ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിൻ്റെ എല്ലാ കോർണറിലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിളുകൾ അലൈൻ ചെയ്താൽ കിട്ടുന്ന ആളുടെ പേരാണ് സിമ്പിൾ ക്യൂബ്. എ ക്യൂബ് ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് എവറി കോർണേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഹിയർ കോൺട്രിബ്യൂഷൻ ഓഫ് എ കോർണർ ഈസ് ഈക്വൽ ടു 1/8. ഒരു കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. Therefore, number of atoms per simple cube, number of atoms per unit cell is equal to 1/8 into 8 is equal to 1. Important concept ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾക്ക് അടുത്ത ക്യൂബിലേക്ക് കടക്കാം. അപ്പോൾ സിമ്പിൾ ക്യൂബാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നോക്കണേ, ഇനി നമ്മൾ സിമ്പിൾ ക്യൂബിനെ എടുത്തു വെക്കുന്നു. നമ്മളുടെ പഴയ ക്യൂബിനെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് എന്തായാലും ക്യൂബ് ഉണ്ടാക്കണമെങ്കിൽ ഈ കോർണറിലൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ വേണം. നമ്മൾ പറഞ്ഞു ഒരു സിമ്പിളായ ക്യൂബ് മേക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും പാർട്ടിക്കിളെങ്കിലും നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇത് കൂടാതെ ഇവിടെയും കൂടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ ക്യൂബിൻ്റെ സെൻറ്റർ ആണല്ലോ, ബോഡിയുടെ സെൻറ്റർ ആണല്ലോ. അങ്ങനെ ബോഡിയുടെ സെൻറ്ററിലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അയാൾ ആ പേര് തന്നെ വിളിക്കാം, BCC എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. പേര് ബോഡി സെൻറ്റേർഡ് ക്യൂബ്. ബോഡിയുടെ സെൻറ്ററിലും കൂടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഉണ്ട്, അയാളെ നമ്മൾക്ക് ബോഡി സെൻറ്റേർഡ് ക്യൂബ് എന്ന് പേര് വിളിക്കാം. ഇനി പെട്ടിയുടെ നടുവിലാണേ, ക്യൂബിൻ്റെ നടുവിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ എങ്കിൽ ആർക്കും ഷെയർ ചെയ്യാനാവില്ലല്ലോ. നേരത്തെ നമ്മൾ ഷെയർ ചെയ്തത് കൃത്യമായി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. പെട്ടിയുടെ മൂലക്കായിരുന്നു, കോർണറിലായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് അടിയിൽ 4 പെട്ടിയും മുകളിൽ 4 പെട്ടിയുമായി 8 പെട്ടികൾ ഉണ്ടായിരുന്നു അടുപ്പിച്ച് വെച്ചത്. നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്ത സമയത്ത് 4 പെട്ടി മുകളിലും 4 പെട്ടി അടിയിലുമായി 2 കഷ്ണമായി മുറിഞ്ഞു. അപ്പം നടുവിലുള്ള ബോളിൻ്റെ ഹാഫ് മുകളിലത്തെ 4 പെട്ടിക്കും ഹാഫ് അടിയിലത്തെ 4 പെട്ടിക്കും കിട്ടി. പിന്നെ നമ്മൾ ഈ മുകളത്തെ 4 പെട്ടിക്കും ബോളിൻ്റെ പകുതി കിട്ടി, അടിയിലത്തെ 4 പെട്ടിക്കും പകുതി കിട്ടി. പിന്നെ നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയും ക്രോസായി ഇങ്ങ് കട്ട് ചെയ്തു, ഈ ഷേപ്പിൽ ഇങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടിയെല്ലാം ചെതറിപ്പോവും. എന്ന് പറഞ്ഞാൽ മുകളത്തെ ബോള് 4 കഷ്ണമാവും, അടിയിലത്തെ ബോളും 4 കഷ്ണമാവും. ടോട്ടലി 8 പെട്ടികൾക്കും ഓരോ കഷ്ണം ബോളിനെ കിട്ടും. അപ്പം നമ്മളുടെ ബോൾ 8 കഷ്ണമായി മുറിഞ്ഞു, 1 കഷ്ണം കോർണറിലുണ്ട്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് പെട്ടിയുടെ ഉൾഭാഗത്താണ്, സെൻറ്ററിലാണ്.
ആർക്കും ഷെയർ ചെയ്യാനാവില്ല. ഇവിടെ വെച്ച പെട്ടിക്കും ഇവിടെയുള്ള പെട്ടിക്കും ഒന്നും ഒരു ക്യൂബിനും അയാളെ ഷെയർ ചെയ്യാനാവില്ല. അതുകൊണ്ട് ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ മുഴുവനായും ഒരു ബോൾ തന്നെ ഉണ്ടാവും, 1 തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതാണ്, കോൺട്രിബ്യൂഷൻ ഓഫ് ബോഡി സെൻറ്റർ. ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയാണെന്ന് ചോദിച്ചാൽ 1/8 × 8 എന്തായാലും വേണം, കോർണർ എന്തായാലും ഇല്ലാതെ ക്യൂബ് ഉണ്ടാവില്ല, പ്ലസ് 1 ഫ്രം ബോഡി സെൻറ്റർ, ഒരാൾ ബോഡി സെൻറ്ററിലുണ്ട്. ടോട്ടലി എത്ര കിട്ടി? 2. കഴിഞ്ഞ പ്രാവശ്യത്തെയും എൻട്രൻസ് എക്സാമിന് ഈ പാട്ടിൽ നിന്ന് എണ്ണം കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. സീരിയസ് ആയി ശ്രദ്ധിക്കണം. ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1, therefore number of atoms per unit cell is equal to 1/8 × 8 plus 1 is equal to 2. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ക്യൂബ് കഴിഞ്ഞു, ബോഡി സെൻറ്റേർഡ് ക്യൂബ്. അപ്പോൾ ആരാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബ്? ഹിയർ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് എവറി കോർണേഴ്സ് ആൻഡ് സെൻറ്റർ ഓഫ് ദി ബോഡി. എല്ലാ കോർണറിലും ബോഡിയുടെ സെൻറ്ററിലും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്യൂബിൻ്റെ പേരാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബ്. ഒരിക്കൽ കൂടെ, എ ക്യൂബ് ഇൻ വിച്ച് constituent particles are arranged at every corners and center of the body. Clear ആണല്ലോ? Here contribution of body center is equal to 1. Therefore number of atoms per unit cell is equal to 1/8 × 8 plus 1 is equal to 2. Clear അല്ലേ? നമ്മൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിനെ അവസാനിപ്പിക്കുന്നു. ഇനി നോക്കണേ, ബോഡിയുടെ സെൻറ്ററിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ പാക്ക് ചെയ്തതിന് പകരം ബോഡിയുടെ സെൻറ്ററിൽ അല്ല കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഉള്ളത് എന്ന് വിചാരിക്കുക. പകരം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെയാണെന്ന് വിചാരിക്കൂ. ഇതൊരു ഫേസിൻ്റെ സെൻറ്റർ ആണല്ലോ, ഒരു സൈഡിൻ്റെ സെൻറ്റർ അല്ലേ ഇവിടെ. ഈ ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ ഉണ്ടെങ്കിൽ ഈ ഫേസിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവണം, ഈ ഫേസിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവണം, ഇവിടെയുണ്ടാവണം. ഒന്ന് അങ്ങന്ന് ഇങ്ങോട്ടും വേണം, ഒന്നിങ്ങന്ന് അങ്ങോട്ടും വേണം. എന്ന് പറഞ്ഞാൽ 6 ഫേസിൻ്റെ സെൻറ്ററിലും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഉണ്ടാവണം. മുകളിൽ, ഈ സൈഡിൽ, അടിയിൽ, ഇവിടെ, ഇവിടെ, അപ്പുറത്ത് എല്ലാ ഫേസിൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിളുണ്ട്. നേരത്തെ വിളിച്ച അതേ പാറ്റേണിൽ തന്നെ പേര് വിളിക്കും നമ്മൾ, FCC, ഫേസ് സെൻറ്റേർഡ് സെൻറ്റേർഡ് ക്യൂബ് എന്ന് പേര് വിളിക്കാം. ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, FCC. ശ്രദ്ധിക്കണേ, ഇതല്ലേ ഇപ്പോൾ, ഇതാണ് നമ്മളുടെ ക്യൂബെങ്കിൽ ഇതല്ലേ നമ്മൾ ഈ പറയുന്ന ഫേസ് എന്ന് പറയുന്ന ഒരു സൈഡ്, ഇതല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അടുത്തൊരു ക്യൂബിനെയും കൂടി ടച്ച് ചെയ്ത് വെച്ചാൽ 2 പേരല്ലേ ടച്ച് ചെയ്യുക ഒരു ഫേസിൽ. അതിൽ കൂടുതൽ ഈ ഫേസിൽ ആരും ടച്ച് ചെയ്യൂലല്ലോ. കോർണറിൽ 8 ആൾ ടച്ച് ചെയ്യും നമ്മൾ പറഞ്ഞു, ബോഡിയുടെ നടുവിൽ ആരും ടച്ച് ചെയ്യൂല. ഫേസിൻ്റെ സെൻറ്ററിൽ 2 ക്യൂബ് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന സ്ഥലമാണ് ഒരു ഫേസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ക്യൂബിന് ഇപ്പുറത്തെ ഒരു ക്യൂബിനും കൂടെ കോമൺ ആണ് ഈ ഫേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്യൂബിനും അതിനപ്പുറത്തെ ഒരു ക്യൂബിനും കൂടെ കോമൺ ആണ് ഒരു ഫേസ് എങ്കിൽ, ഫേസിൻ്റെ സെൻറ്ററിൽ വെച്ച ഒരു പാർട്ടിക്കിൾ ഈ 2 പേർക്കും കോമൺ ആയ പാർട്ടിക്കിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വെക്കുന്ന ബോളിൻ്റെ പകുതി ഈ പെട്ടിക്കും പകുതി ഈ പെട്ടിക്കുള്ളതാണ്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ഈ കാണുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ പൂർണ്ണമായും ഈ പെട്ടിയുടേതല്ല. ബോഡിയുടെ സെൻറ്ററിൽ വെച്ചാൽ പൂർണ്ണമായും ഈ ക്യൂബിൻ്റേതാണ്. ഫേസിൻ്റെ സെൻറ്ററിലാണ് വെക്കുന്നതെങ്കിൽ ഈ ക്യൂബും ഇതിനോട് ടച്ച് ചെയ്യുന്ന അടുത്ത ക്യൂബിൻ്റെയും കൂടെ കോമൺ ആയ സെൻറ്ററാണിത്. അപ്പോൾ പകുതി ബോൾ ഈ ക്യൂബിനും പോവും, പകുതി ബോൾ ഇപ്പുറത്തെ ക്യൂബിനും പോവും. അപ്പോൾ ഒരു ഫേസിൻ്റെ കോൺട്രിബ്യൂഷൻ ഫുള്ളില്ല, പകുതിയേ ഉള്ളൂ, ഹാഫേ ഉള്ളൂ. കോൺട്രിബ്യൂഷൻ ഓഫ് എ ഫേസ് സെൻറ്റർ, ഒരു ഫേസ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് ആണെന്ന് പറയാം, 1/2 ആണ്. Therefore number of atoms
പെർ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു, നോക്ക് നിങ്ങൾ, ഒരു 8 കോർണറും കൂടി ക്യൂബായി, അപ്പോൾ 1/8 × 8 എന്തായാലും വേണം, പ്ലസ് 1/2 അല്ലേ ഒരു ഫേസിന്റെ കോൺട്രിബ്യൂഷൻ, 1/2 ഇൻറ്റു എത്ര ഫേസ് ഉണ്ട്, 1 2 3 4 5 6 ഫേസ്, 1/2 ഇൻറ്റു 6, 1/2 ഇൻറ്റു 6 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ കിട്ടി 4. സിമ്പിൾ ക്യൂബിൽ 1/8 × 8 1 ആയിരുന്നു. ബോഡി സെൻറ്റേർഡ് ക്യൂബിലാവുമ്പോൾ അതിൻ്റെ കൂടെ ബോഡി സെൻറ്ററിൽ ഒന്നും കൂടെ കൂടി 2 ആയി. ഫേസ് സെൻറ്റേർഡ് ക്യൂബിലാവുമ്പോൾ 6 ഫേസിൻ്റെയും സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1/2 ഇൻറ്റു 6 3യും കൂടെ അതിൻ്റെ കൂടെ കൂടി 4 ആയി. അപ്പോൾ സിമ്പിൾ ക്യൂബ് കഴിഞ്ഞു, ബോഡി സെൻറ്റേർഡ് ക്യൂബ് കഴിഞ്ഞു, ഫേസ് സെൻറ്റേർഡ് ക്യൂബ് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കണേ, ഇത്രയും ഇല്ല കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് വിചാരിക്കും. ദാ ഇവിടെ ഒന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇല്ല, ഇതൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു. ഒരു ഫേസിലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫേസിലുണ്ട് എന്ന് പറഞ്ഞാൽ 2 എൻഡിലുണ്ട്. അത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഇങ്ങനെ ആവാം. ദാ ഈ ഫേസിലുണ്ട്, ഇവിടെയുണ്ട്. തിരിച്ചു ആവാം, ഇവിടെയുണ്ട്, അപ്പുറത്തെ ഫേസിലുണ്ട്. ദാറ്റ് മീൻസ് 2 ഓപ്പോസിറ്റായ ഫേസുകളിൽ മാത്രമേ ഉള്ളൂ, എല്ലാ ഫേസിലും ഇല്ല എങ്കിൽ, ഓപ്പോസിറ്റായ എൻഡുകളിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ക്യൂബിനെ നമ്മൾ എൻഡിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ പാക്ക് ചെയ്തിരിക്കുന്ന ക്യൂബ് ആയതുകൊണ്ട് എൻഡ് സെൻറ്റേർഡ് ക്യൂബ് എന്ന് പേര് വിളിക്കും. അപ്പോൾ എൻഡ് സെൻറ്റേർഡ് ക്യൂബ് ആണെങ്കിൽ സിമ്പിളായി കോൺട്രിബ്യൂഷൻ ഒന്നും സ്പെഷ്യലായി പറയാനില്ല, കാരണം ഫേസ് സെൻറ്ററിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് 1/2 തന്നെ. 2 എൻഡുകളിൽ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 6 ഇല്ല, 2 എൻഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ 1/2 ഇൻറ്റു 2 ആണുള്ളത്. 1/2 ഇൻറ്റു 2 1ഉം പ്ലസ് 1/8 ഇൻറ്റു 8 1ഉം കൂടെ 2. അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു സിമ്പിൾ ക്യൂബ്, ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, എൻഡ് സെൻറ്റേർഡ് ക്യൂബ്. 4 ടൈപ്പാണ് ക്യൂബിക് ലാറ്റിസുകളിൽ പറയാനുള്ള യൂണിറ്റ് സെല്ലുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? സിമ്പിൾ ക്യൂബ് ഞാനിത് മായച്ചോട്ടെ, ഇത് നമുക്ക് മായച്ച് കളയാം. അപ്പോൾ പറഞ്ഞ ആളുകളെ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ആദ്യത്തെ ആൾ സിമ്പിൾ ക്യൂബ്, രണ്ടാമത്തേത് ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, എൻഡ് സെൻറ്റേർഡ് ക്യൂബ്. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു യൂണിറ്റ് സെല്ലുകളെ പരിചയപ്പെടുത്തിയതിന് ശേഷം ക്ലാസിഫൈ ചെയ്യാമെന്ന്. ഇപ്പം നിങ്ങൾ നോക്കൂ, പേര് പറയും ഇവിടെ സെൻറ്റേർഡ് ക്യൂബ്, സെൻറ്റേർഡ് ക്യൂബ്, സെൻറ്റേർഡ് ക്യൂബ് എന്ന് വരുന്നുണ്ടല്ലോ. അവ 2ആയി നമ്മൾ ഇവരെ അങ്ങ് കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് സിമ്പിൾ ക്യൂബും 2 സെൻറ്റേർഡ് ക്യൂബുകളും. സിമ്പിൾ ക്യൂബുകളെന്നും സെൻറ്റേർഡ് ക്യൂബ്സ് അല്ലെങ്കിൽ സെൻറ്റേർഡ് ലാറ്റിസസ് എന്നും നമ്മൾക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. സെൻറ്റേർഡ് ക്യൂബുകൾ 3 വിധം: ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, എൻഡ് സെൻറ്റേർഡ് ക്യൂബ്. ക്ലിയർ അല്ലേ? കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8, ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1, ഫേസ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1/2. സിമ്പിൾ ക്യൂബിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 1/8 × 8 ഈസ് ഈക്വൽ ടു 1. ബോഡി സെൻറ്റേർഡ് ക്യൂബിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ അതിനോട് +1 ഫ്രം ബോഡി സെൻറ്ററും കൂടെ കൂട്ടിയാൽ 2. ഫേസ് സെൻറ്റേർഡ് ക്യൂബ് ആവുമ്പോൾ കോർണറിൻ്റെ 1ഉം പ്ലസ് 6 ഫേസ് 6 × 1/2 കൂടെ കൂടുമ്പോൾ 4. എൻഡ് സെൻറ്റേർഡ് ക്യൂബ് ആവുമ്പോൾ കോർണറിൻ്റെ 1ഉം ഓപ്പോസിറ്റ് എൻഡുകളുടെ 2 ഹാഫിൻ്റെ 1ഉം കൂടെ കൂട്ടി 2 എന്ന് പറയാം. ഇത്രയുമാണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ടോപ്പിക്. ക്യൂബിക് ലാറ്റിസസ് ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ക്ലിയർ ആണല്ലോ? സോളിഡ് സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് എക്സാമിന് ചോദ്യം വരുന്ന സമയത്ത് ഇത് കൂടാതെ ഒരു എഡ്ജിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ പാക്ക് ചെയ്ത ക്യൂബിനെ കൂടെ പരിചയപ്പെടുന്നത് ഒരു ഇമാജിനറി കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ക്യൂബില്ല. NCERTയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഞാൻ ഇത്ര നേരവും പറഞ്ഞത്രയും കോൺസെപ്റ്റുകളെ ഉണ്ടാവൂ. ഞാൻ ഈ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് NCERT ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ കോൺസെപ്റ്റും കൂടെ എൻട്രൻസ് എക്സാമിന് ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരും. അത് ഇതിന് ശേഷം നമ്മൾക്കൊരു പഴയ എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും.
നോക്കണേ, എഡ്ജിലും കൂടെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾ പാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതാണ് എഡ്ജ് എന്ന് പറയുന്ന സ്ഥലം അല്ലേ, ഒരു എഡ്ജ് അല്ലേ ഇത്. എഡ്ജിലും കൂടെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അയാളെ അങ്ങനെ പേര് വിളിക്കാം, എഡ്ജ് സെൻറ്റേർഡ് ക്യൂബ്. എഡ്ജിലും കൂടെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾ ഉണ്ട്. ഇതാണ് എഡ്ജെങ്കിൽ നിങ്ങൾ നോക്കണേ, ഇതാണ് എഡ്ജെങ്കിൽ ഇയാളുടെ മുകളിൽ ഞാൻ ഒരു ക്യൂബിനെയും കൂടി വെച്ചാൽ ഈ എഡ്ജിൽ ഇപ്പം രണ്ടുപേര് ടച്ച് ചെയ്യൂലേ. ഇതേപോലത്തെ ഒരു രണ്ടാളെയും കൂടി ഞാൻ ഇപ്പുറത്ത് വെച്ചാൽ ഇവിടെ എത്ര പേര് ടച്ച് ചെയ്യും? 4 പേര്. അപ്പോൾ ഒരു എഡ്ജ് 4 പേരുടെ കോമൺ എഡ്ജാണ്. ഇവിടെ തന്നെ നോക്കിക്കോ, ശ്രദ്ധിക്കണേ. ഇവിടെ അടുത്തൊരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ, തൊട്ടടുത്ത് മറ്റൊരു ക്യൂബ്. ഇപ്പം 2 ക്യൂബായല്ലോ. ഈ എഡ്ജ് ഇപ്പം 2 പേരുടേതല്ലേ. ഇതിൻ്റെ മുമ്പിൽ ഒരു ക്യൂബ് ഉണ്ട്, ഇതിൻ്റെ മുമ്പിൽ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുക 4 പേരാണ്. അപ്പോൾ ഇയാളുടെ കോൺട്രിബ്യൂഷൻ 1/4 ആയിരിക്കും. അപ്പോൾ എഡ്ജ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ ഓഫ് ആൻ എഡ്ജ് സെൻറ്റർ, ഒരു എഡ്ജ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ എഡ്ജ് സെൻറ്റേർഡ് ക്യൂബിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 1/8 × 8 എന്തായാലും ഉണ്ടാവും കോർണറിൻ്റെത്, പ്ലസ് 1/4 ഇൻറ്റു എത്ര എഡ്ജ് ഉണ്ട് ഒരു ക്യൂബിന്? 4 എഡ്ജ് മുകളിലുണ്ടാവും, 4 എഡ്ജ് അടിയിലുണ്ടാവും, 4 എഡ്ജ് കുത്തനെ ഉണ്ടാവും. 12 എഡ്ജുകളുണ്ട് ഒരു ക്യൂബിന്. 4 ഉം 4 ഉം 8 ഉം അവർക്കിടയിൽ ഒരു 4 ഉം 8 ഉം 4 ഉം 12. 1/4 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ എഡ്ജ് സെൻറ്റേർഡ് ക്യൂബിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 4 ആണ്. അപ്പോൾ അഡീഷണലായി ഒരു എഡ്ജ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ ഓർമ്മിച്ച് വെക്കുക, 1/4. ഈ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഫോമുല കണ്ടുപിടിക്കാനും ഫോമുല കണ്ടുപിടിക്കാൻ തന്നെയുള്ള ചോദ്യങ്ങൾ സിമ്പിൾ ലെവലിലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ലെവലിലും ഒക്കെയായി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് പലതരം പ്രോബ്ലംസ് എൻട്രൻസ് എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓർമ്മിക്കുക, കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8, ഫേസ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1/2, ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1, എഡ്ജ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1/4. കോൺട്രിബ്യൂഷനുകൾ ഭംഗിയായി ഓർമ്മിച്ച് വെക്കുക. അതുമായി കണക്ട് ചെയ്താണ് നമ്മൾക്ക് അത്തരം ക്വസ്റ്റ്യനുകളിലേക്ക് പോകാനുള്ളത്. ശ്രദ്ധിക്കണേ, നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന കോൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് എക്സാമിന് ചോദിച്ചതിൽ ഏറ്റവും ഭംഗിയിൽ ചോദിച്ച, അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ഒന്നും പറയേണ്ടതില്ല, എൻട്രൻസ് ക്വസ്റ്റ്യനുകൾ ഒന്നും കോംപ്ലിക്കേറ്റഡ് അല്ല, അല്പയുക്തി ഉപയോഗിച്ച് ഈസിയായി ചെയ്തു പോവേണ്ട ചോദ്യങ്ങളെയാണ് എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനെ നമ്മൾ വിളിക്കേണ്ടത് പോലും. അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് എന്ന ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്യില്ല. ഭംഗിയിൽ ചോദിച്ച ഒരു ചോദ്യം JEEയുടെ ഫസ്റ്റ് പേപ്പറിൽ 2012 IITക്ക് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ക്ലിയറായി ശ്രദ്ധിക്കണേ. ചോദ്യം ഇതാണ്, കോമ്പൗണ്ട് MPXQ. MPXQ എന്ന് കോമ്പൗണ്ടിന് പേര് തന്നിരിക്കുന്നു. ഹാസ് FCC അറേഞ്ച്മെൻറ്റ് ഓഫ് X. ഇതിനകത്ത് X അറേഞ്ച് ചെയ്തിരിക്കുന്ന FCCയിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാ കോർണറിലും ഉണ്ട്, അതേപോലെ എല്ലാ ഫേസിൻ്റെയും സെൻറ്ററിലും ഉണ്ട്. FCC അറേഞ്ച്മെൻറ്റ് ഓഫ് X. ഇറ്റ്സ് യൂണിറ്റ് സെൽ സ്ട്രക്ചർ ഈസ് ഷോൺ ബിലോ. സ്ട്രക്ചർ താഴെ തന്നിട്ടുണ്ട്. ദ എംപിരിക്കൽ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട് ഈസ്. എംപിരിക്കൽ ഫോമുല കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു പോയതാണ്. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ എംപിരിക്കൽ ഫോമുല ആൻഡ് മോളിക്കുലാർ ഫോമുല എന്നൊരു ടോപ്പിക് തന്നെ ഉണ്ടായിരുന്നു. ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഫോമുലയുടെ പേരായിരുന്നു എംപിരിക്കൽ ഫോമുല എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ ഞാൻ ഓർമ്മിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു, സ്കിപ്പ് ചെയ്യും. ശരി, നമുക്ക് തിരിച്ചു വരാം. ഇയാളുടെ ഫോമുല കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ആ വലിയ ചോദ്യമൊക്കെ സ്കിപ്പ് ചെയ്യൂ. നിങ്ങൾ ഈ സ്ട്രക്ചറിലേക്ക് മാത്രം ചുരുങ്ങി വരും. നിങ്ങൾ എമ്മും കാണുന്നുണ്ട്, എക്സും കാണുന്നുണ്ട്. ഈ കാണുന്ന ആളാണ് എം. അപ്പോൾ എം എവിടെയുള്ളത് നോക്ക് നിങ്ങൾ. ഇതൊരു ഫേസിൻ്റെ സെൻറ്റർ അല്ലേ. അപ്പം 4 ഫേസിൻ്റെ സെൻറ്ററിലും എം ഉണ്ട്, ബോഡിയുടെ സെൻറ്ററിലും എം ഉണ്ട്. അപ്പോൾ കൂടുതലൊന്നും ആലോചിക്കണ്ട, വലിയ രീതിയിലൊന്നും ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട. ഒരു IIT ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തലപോച്ചൊന്നും ആലോചിക്കേണ്ട, ഡയറക്റ്റായി നമ്മളങ്ങ് ചെയ്തു പോകുന്നു. നോക്കൂ, എം ഉള്ളത് ബോഡിയുടെ സെൻറ്ററിലാണ്. നമുക്കറിയാം ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്. ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടി. പ്ലസ് പിന്നെയുള്ളത് 4 എഡ്ജിൻ്റെ സെൻറ്ററിലല്ലേ, എഡ്ജിൻ്റെ കോൺട്രിബ്യൂഷൻ 1/4 ഇൻറ്റു എഡ്ജ് സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1/4 ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇൻറ്റു 4 എഡ്ജിലാണുള്ളത്. അപ്പോൾ 1/4 ഇൻറ്റു 4, 4 എഡ്ജ്. 1/4 ഇൻറ്റു 4 1,
പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. ഇനി എക്സിലേക്ക് പോകുന്നു. എക്സിന് എഫ് സി സി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഡയറക്റ്റായി 4 എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. എഫ് സി സി ആണെങ്കിൽ 4 ആണ് കിട്ടുക. എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. ഇതാ 8 കോർണറിലുമുണ്ട്. 1/8 × 8 പ്ലസ് 6 ഫേസിലുമുണ്ട്. ഒരു ഫേസിൻ്റെ കോൺട്രിബ്യൂഷൻ 1/2 × 6 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ പറയൂ, M2-ഉം x4-ഉം ഫോർമുല M2x4. M2x4 എന്നല്ല എഴുതേണ്ടത്. നിങ്ങളോട് കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എംപിരിക്കൽ ഫോർമുലയാണ്. എംപിരിക്കൽ ഫോർമുല സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതണം. സിംപ്ലസ്റ്റ് ഫോം എഴുതും. ഇതിനെ നമ്മൾ 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യും. mx2 എന്ന് കിട്ടും. നോക്കൂ, mx2 ഉണ്ടല്ലോ. ആൻസർ ബി. അപ്പോൾ ആൻസർ കിട്ടി. ആൻസർ ബി, mx2. ഇനി എൻട്രൻസ് എക്സാമിനേഷൻ ഈ ചോദ്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല. ഇതിനകത്തൊരു ഓപ്ഷനായി M2x4-ഉം കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട ഉത്തരം mx2 ആണ്. കാരണം M2x4 എന്നത് ഇയാളുടെ മോളിക്കുലാർ ഫോർമുലയാണ്. നിങ്ങളോട് കാണാൻ ആവശ്യപ്പെട്ടത് എംപിരിക്കൽ ഫോർമുലയാണ്. അതുകൊണ്ട് ഒരു ഓപ്ഷനിൽ M2x4 എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട ആൻസർ mx2 ആണ്. സിമ്പിൾ ആണല്ലോ ഡെറിവേഷൻ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ഒരു IIT-യുടെ ഒരു എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കൊരു മെഡിക്കലിൻ്റെ ഒരു പ്രീവിയസ് മെഡിക്കൽ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കണേ. എ സോളിഡ് ഇൻ വിച്ച് A ആറ്റംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി കോർണേഴ്സ്. A ആറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോർണറിലാണ്. B ആറ്റംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി ഫേസ് സെൻറ്റേഴ്സ്. അപ്പോൾ രണ്ടുപേര് എയും ബിയും, A ഉള്ളത് കോർണറിലാണെന്നും B ഉള്ളത് ഫേസ് സെൻറ്ററിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇഫ് വൺ ഓഫ് ദി A ആറ്റം ഈസ് മിസ്സിങ് ഫ്രം വൺ കോർണർ. അപ്പോൾ ഇതാണ് പോയിന്റ്. വൺ ഓഫ് ദി A ആറ്റം മിസ്സിങ് ആണ്. ഒരു കോർണർ മിസ്സിങ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവേണ്ടത് 1/8 × 8 ആണ്. 1/8 × 8 ഇല്ല. ഒരു കോർണർ മിസ്സിങ് ആണ്. അതുകൊണ്ട് 8 വേണ്ട. എത്ര കോർണറിലേ ഉള്ളൂ? 7 കോർണറിലേ ഉള്ളൂ. 1/8 × 7 ആണ്. ക്ലിയർ ആണല്ലോ. ബിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ബി മിസ്സിങ് ഒന്നുമല്ല. B ആറ്റംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി ഫേസ് സെൻറ്റേഴ്സ്. എല്ലാ ഫേസിൻ്റെ സെൻറ്ററിലും B ഉണ്ട്. അപ്പോൾ 1/2 × 6. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇയാളുടെ ഫോർമുല വരിക A 7/8, B ഉള്ളത് 1/2 × 6 എന്ന് പറഞ്ഞാൽ 3, B3. A 7/8 B3 എന്ന് ഫോർമുല കിട്ടും. നോക്കൂ, A 7/8 B3 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. റെഡിയല്ലേ? നോക്കണേ. A 7/8 B3 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. A 7/8 B3 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെയും ഉണ്ട്. A7 B24 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇപ്പുറത്തും ഉണ്ട്. ക്ലിയർ അല്ലേ? നിങ്ങൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 3 × 8 A7 B24 എന്നാ വരിക. ഇയാളെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി ഇയാളെയും നിങ്ങൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇതങ്ങ് 7 ആവും, ഇത് 24 ആവും. അപ്പം നിങ്ങൾക്ക് രണ്ട് ഉത്തരങ്ങൾ A 7/8 B3-യും A7 B24-ഉം. പക്ഷേ രണ്ടുത്തരങ്ങൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് ആൻസർ അല്ല. ഇത് മാത്രമേ നിങ്ങൾ ആൻസറായി സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഫോർമുല എഴുതുന്ന സമയത്ത് ഹോൾ നമ്പറിൽ ഫോർമുല എഴുതേണ്ടതുണ്ട്. ഫ്രാക്ഷനിൽ ഫോർമുല എഴുതരുത്. അതുകൊണ്ട് A 7/8 B3 പ്രിഫർ ചെയ്യരുത്. പകരം ഇതിനെ ഹോൾ നമ്പറാക്കി മാറ്റിയ A7 B24 പ്രിഫർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? പഴയ മെഡിക്കൽ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ചില സിമ്പിൾ ട്വിസ്റ്റുകളെ വളരെ ശ്രദ്ധാപൂർവം എൻട്രൻസ് എക്സാമിന് നിങ്ങൾ നിരീക്ഷിച്ച് പോവേണ്ടതുണ്ട്. അപ്പോൾ A 7/8 B3 ആൻസർ അല്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടിയ ഹോൾ നമ്പറായ A7 B24 ആണ് ആൻസർ. ഓക്കെ, ഇനി നോക്കണേ. ഇതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ല. NCERT ടെക്സ്റ്റിൻ്റെ പുറകിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള 12ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് ഈസ് മെയ്ഡ് ഓഫ് 2 എലമെൻറ്റ്സ് P ആൻഡ് Q. 2 എലമെൻറ്റുകൾ Pയും Qയും. ആറ്റംസ് ഓഫ് Q ആർ അറ്റ് ദി കോർണേഴ്സ്. Q ഉള്ളത് കോർണറിലാണ്. Q ഉള്ളത് കോർണറിലാണെങ്കിൽ Qവിൻ്റെ എണ്ണം വരിക 1/8 × 8 ഈസ് ഈക്വൽ ടു 1. ആൻഡ് P അറ്റ് ദി ബോഡി സെൻറ്റർ. P ഉള്ളത് സെൻറ്റർ ഓഫ് ദി ബോഡിയിലാണ്. ബോഡിയുടെ കോൺട്രിബ്യൂഷൻ 1 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ.
വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്? മറ്റ് കൗതുകങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സിമ്പിളായ ചോദ്യമാണ് NCERT ചോദിച്ചിരിക്കുന്നത്. P ബോഡി സെൻറ്ററിലും Q കോർണറിലും ആണെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് PQ എന്നായിരിക്കും. ഒരു പിയും ഒരു ക്യൂവും. സിമ്പിളാണല്ലോ. അത് പോട്ടെ, അതുകൊണ്ടല്ല ഞാൻ ഈ ചോദ്യം എടുത്തു പറഞ്ഞത്. അതിനകത്ത് മറ്റൊരു പോയിന്റ് ഉണ്ട്. വാട്ട് ആർ ദി കോർഡിനേഷൻ നമ്പേഴ്സ് ഓഫ് P ആൻഡ് Q? ശ്രദ്ധിക്കണേ, അവരുടെ കോർഡിനേഷൻ നമ്പർ ചോദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്യൂബിനെ ഒന്ന് വരച്ചു പോവാം. PQ എന്ന് പറയുന്ന ക്യൂബാണിത്. ഇതിനകത്ത് P അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബോഡിയുടെ സെന്ററിലും, ഇതാണ് P. ക്യൂവിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ കോർണറിലുമാണ്, ഇതാണ് Q. റെഡി. ഇനി നമ്മൾ ഇവരുടെ കോർഡിനേഷൻ നമ്പർ പറയേണ്ടതുണ്ട്. നോക്കണേ, നിങ്ങൾ നോക്ക്, ഇതിനകത്ത് 2 പേരാണുള്ളത്. ഒന്നിതും ഒന്ന് ഇതും. നിങ്ങൾക്കറിയാം കോർണറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ആൾ പിയും കോർണറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ആൾ ക്യൂയും സെൻറ്റർ ഓഫ് ദി ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കുന്നയാൾ പിയുമാണ്. ഇയാളുടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ചുറ്റുമുള്ള നിയറസ്റ്റ് നൈബറുകളുടെ എണ്ണമാണല്ലോ. നോക്ക്, എത്ര പേരാണ് ഇയാൾക്ക് ചുറ്റുമുള്ളത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നോക്ക്. 8 പേരുടെ കോമൺ ആയ സെൻറ്ററിലല്ലേ ഇയാളുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കോൺട്രിബ്യൂഷൻ, ഇയാളുടെ കോർഡിനേഷൻ നമ്പർ, ഇയാൾക്ക് ചുറ്റുമുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കോർഡിനേഷൻ നമ്പർ, അതായത് പിയുടെ കോർഡിനേഷൻ നമ്പർ നമ്മൾക്ക് കിട്ടി 8. ഇതേപോലെ ക്യൂവിൻ്റെ കോർഡിനേഷൻ നമ്പറും പറയേണ്ടതുണ്ട്. ക്യൂ കോർണറിലല്ലേ ഉള്ളത്. ഈ കോർണറിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് നമ്മളൊരു വര വരച്ചല്ലോ. ഇത് 8 പേരുടെ കോമൺ കോർണർ ആണെന്നും ഒരാളുടെ കോൺട്രിബ്യൂഷൻ 1/8 ആണെന്നും പറഞ്ഞാൽ ഈ ഒരു ക്യൂബ് കൂടാതെ 7 ക്യൂബും കൂടി ഇവിടെ ഉണ്ട് എന്നല്ലേ അതിനർത്ഥം. 8 ക്യൂബിൻ്റെ കോർണറായിട്ടല്ലേ ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിൻ്റെ സെൻറ്ററിലേക്ക് ഈ വര വരച്ച പോലെ മറ്റേഴ് ക്യൂബുകളുടെ സെൻറ്ററിലേക്കും വര വരക്കാം. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഉണ്ടാവുക, ഇവിടെ ഒരാളുണ്ട്, ഇതേപോലെ മറ്റ് 7 ക്യൂബിൻ്റെ സെൻറ്ററിലുള്ള ആളോടും തൊട്ടിട്ടാണല്ലോ. അപ്പോൾ ഇയാളുടെ കോർഡിനേഷൻ നമ്പറും വരിക 8 തന്നെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിൽ കോർണറിൽ പ്രസൻ്റ് ആയ ആൾക്ക് ചുറ്റും 8 ബോഡി സെൻറ്റർ ഉണ്ടാവും. ഒരു ബോഡി സെൻറ്ററേ നിങ്ങൾ കാണൂ, പക്ഷേ ഒരാൾ പൂർണ്ണമായ അല്ല കോർണറിലുള്ളത്. കോർണറിലുള്ള ഒരാൾ എന്ന് പറയുന്നത് 8 ക്യൂബിൻ്റെയും കോമൺ കോർണറാണ്. സോ ഒരു ക്യൂബിലേക്ക് വരച്ച പോലെ മറ്റേഴ് ക്യൂബിലേക്കും നമ്മൾ ഇതേപോലെയുള്ള ലൈനുകൾ വരച്ച് നോക്കിയാൽ 8 ക്യൂബിൻ്റെയും ബോഡിയുടെ സെൻറ്ററിലുള്ളയാളുടെ കോമൺ കോർണറാണിത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചുറ്റും 8 ബോഡി സെൻറ്ററുകളുണ്ട്. ക്ലിയർ അല്ലേ? അതേപോലെ ബോഡി സെൻറ്ററിന് ചുറ്റും 8 കോർണറുണ്ട്. സിംപ്ലി ഇങ്ങനെ അങ്ങ് ഓർമ്മിക്കുക, ബോഡി സെൻറ്റേർഡ് ക്യൂബ് ആണെങ്കിൽ കോർണറിലുള്ള ആളുടെ കോർഡിനേഷൻ നമ്പറും 8 ആണ്, ബോഡി സെൻറ്ററിലുള്ള ആളുടെ കോർഡിനേഷൻ നമ്പറും 8 ആണ്. ഒന്നിച്ച് പറയണമെങ്കിൽ 8:8 എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. അങ്ങനെയും പറയാൻ വേണമെങ്കിൽ 2 പേരുടെ കോർഡിനേഷൻ നമ്പർ ചോദിച്ചാൽ ആദ്യത്തെ ആളത് ഈസ്റ്റു, രണ്ടാമത്തെ ആളതെന്ന് പറയാം, 8:8 കോർഡിനേഷൻ എന്ന് പറയാം. ഇല്ലെങ്കിൽ സിംപ്ലി 8 എന്ന് പറയാം. ബോഡി സെൻറ്റേർഡ് ക്യൂബിലെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിൻ്റെ മേ ബി കോർണറിലാവാം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി ബോഡി സെൻറ്ററിലാവാം, ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിൻ്റെ കോർഡിനേഷൻ നമ്പർ 8 ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് സെല്ലുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. സാധാരണഗതിയിൽ ഈ ഫോർമുല കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് ചോദിക്കുന്നതുമായ ഒരു ഫണ്ടമെൻ്റൽ ലെവൽ ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ചുകൂടെ വേറിട്ട ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ യൂണിറ്റ് സെല്ലുമായി ബന്ധപ്പെട്ട് ചോദിച്ചതിൽ കുറച്ചുകൂടെ ഹയർ ലെവലിൽ, മാക്സിമം ഹയർ ലെവലിൽ എന്ന് പറയാവുന്ന ഒന്ന് 2003 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് AIEEE 2003 ഇന്ന് AIEEE 2003 എന്നേ പറയാനാവൂ. പ്രീവിയസ്ലി ആ ടേം നമുക്ക് പറയാനാവൂ. ഇന്ന് AIEEE മീൻസ് JEE മെയിൻ ആണ്. നിങ്ങൾക്കറിയാം ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഇന്നില്ല. പകരം IITക്കും അതേപോലെ തന്നെ AIEEEക്കും പകരമായി
JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്ഡ് എന്ന ടേം ആണ് യൂസ് ചെയ്തു പോരുന്നത്. നിലവിലുള്ള JEE മെയിനിൻ്റെ, അതായത് പഴയ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾക്കൊന്ന് ആ ഭാഗത്ത് നിന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനായി പരിചയപ്പെട്ടു പോവാം. ജസ്റ്റ് ശ്രദ്ധിക്കണേ. ഹൗ മെനി യൂണിറ്റ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ആൻ ഐഡിയൽ ക്രിസ്റ്റൽ ഓഫ് NaCl ഓഫ് മാസ് 1 gram? ഇതായിരുന്നു ചോദ്യം. NaClനൊരു FCC ടൈപ്പ് സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാമാണ് NaClൻ്റെ മാസ് എങ്കിൽ അതിനകത്ത് എത്ര യൂണിറ്റ് സെല്ല് പ്രസൻ്റ് ആയിരിക്കുമെന്നാണ് ചോദ്യം. നമുക്കൊന്ന് ചെയ്ത് നോക്കണേ. സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് 1 ഗ്രാം അല്ല എന്ന് നിങ്ങൾക്കറിയാം. സോഡിയത്തിൻ്റെ മാസ് 23ഉം ക്ലോറിൻ്റെ മാസ് 35.5 എടുത്താൽ NaClൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 58.5 ആയിരിക്കും. ഇതിന് ഗ്രാം ഇട്ടാൽ, കഴിഞ്ഞ വർഷം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, ഇതിന് ഗ്രാം ഇട്ടാൽ ഇതിനെ നമ്മൾക്ക് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പേര് വിളിക്കാം. അതിനകത്ത് ഗ്രാം മോളിക്കുലാർ മാസിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 58.5 ഗ്രാം NaClനകത്ത് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. നിങ്ങളോട് 58.5 ഗ്രാമിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല, നിങ്ങളോട് ചോദിച്ചത് 1 ഗ്രാമിൻ്റെ കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ 58.5 ഗ്രാമിനെ 1 ഗ്രാമാക്കി മാറ്റണം. 58.5നെ 1 ആക്കാൻ 58.5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിനെ 58.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിനെയും 58.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 58.5 മോളിക്യൂൾസ് എന്ന് വരും. അപ്പോൾ 1 ഗ്രാമിനകത്ത് എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കിട്ടി. നിങ്ങളോട് മോളിക്യൂളിൻ്റെ എണ്ണം ചോദിച്ചിട്ടില്ല, പകരം നിങ്ങളോട് ചോദിച്ചത് ഹൗ മെനി യൂണിറ്റ് സെൽസ് എന്നാണ്. യൂണിറ്റ് സെല്ലിൻ്റെ എണ്ണമാണ് ചോദിച്ചത്. നോക്കണേ, NaClന് FCC സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ FCC ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 4 ആണ് എന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഒരു യൂണിറ്റ് സെല്ലിനകത്ത് 4 ആറ്റം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1000 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 4 പേരാണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ല്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 4 ആണ് FCCയിൽ. 4 പേർക്ക് നിൽക്കാൻ ഒരു യൂണിറ്റ് സെല്ല്. അപ്പോൾ 1000 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 4 ആൾക്ക് നിൽക്കാൻ ഒരു യൂണിറ്റ് സെൽ എന്ന കണക്ക് വെച്ച് 250 യൂണിറ്റ് സെൽ ഉണ്ടാവുമല്ലോ. 250 യൂണിറ്റ് സെൽ ഇൻറ്റു 4 അല്ലേ 1000 എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടി 250 എന്ന് ചോദിച്ചാൽ 1000 എന്ന എണ്ണത്തിനെ നമ്മൾ 1000 എന്ന എണ്ണത്തിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10,000 ആളുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ബൈ 4 എന്ന് പറയാം. അപ്പോൾ 1 യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 4 NaCl. 4 NaClന് ഒരു യൂണിറ്റ് സെൽ. Therefore 1 gram contains ഇത്രയും മോളിക്യൂൾ ഉണ്ട്. എത്ര യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചാൽ ഇതിനെയും എണ്ണം കിട്ടിയിട്ടുണ്ട്. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമ്മൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പം ഞാനിവിടെ എഴുതുന്നുണ്ട് 1 യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 4 NaCl. ഒരു യൂണിറ്റ് സെല്ലിന് 4 NaCl ആണ് ഉണ്ടാവുക ഒരു യൂണിറ്റ് സെല്ലിനകത്ത്. Therefore 1 gram NaCl, 1 gram NaClനകത്ത് 6.022 ഇൻറ്റു 10⁻23 ബൈ 58.5 മോളിക്യൂൾസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 4 ഇട്ടാൽ ആരുടെ എണ്ണമായി? യൂണിറ്റ് സെല്ലിൻ്റെ എണ്ണമായി. അപ്പോൾ യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കാനുള്ള ടേമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് കണ്ടുപിടിച്ചാൽ മതി. 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 58.5 ഇൻറ്റു 4. ഇനി നോക്കണേ, ഇനി ഒരു ഒറ്റയടിക്ക് നിങ്ങൾ ഓപ്ഷനിലും കൂടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓപ്ഷനിലും കൂടെ ശ്രദ്ധിക്കണം. ഇതിലുള്ള എല്ലാ ഓപ്ഷനും ഇത് തന്നെയായിരുന്നു IEEE 2003യുടെ ഓപ്ഷൻ വന്നത്. ഇതിലുള്ള എല്ലാ ഓപ്ഷനിലും 10⁻21 ഉണ്ട്. അപ്പോൾ പിന്നെ ഈ പ്രോബ്ലത്തിനകത്തൊരു 10⁻21 അവിടെ മാറ്റി വെക്കാം. 10⁻23നെ 21 ആക്കി വെച്ചാൽ പിന്നെ അത് ചെയ്യണ്ട, അത് നമ്മളുടെ ചോദ്യത്തിലുള്ളതാണ്. അപ്പം നമ്മൾ അത് അവിടെ മാറ്റി വെക്കുന്നു. നോക്കിക്കോളേ. അപ്പം ഞാനിതിനെ 6.022 ഇൻറ്റു 10⁻21 ഇൻറ്റു 100 എന്നങ്ങ് എഴുതും. ബൈ അല്ലേ 23നെ 21 ഇൻറ്റു 100 എന്നാക്കാലോ. ബൈ 58.5 ഇൻറ്റു 4.
അപ്പോൾ 10⁻21 ഇനി നമ്മൾ അനക്കില്ലേ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, 400 കട്ട് ചെയ്തു, 400 കട്ട് ചെയ്താൽ ഇവിടെ 25 വരും, 25. 25ഉം അടിയിൽ 50 ആണെങ്കിൽ ആൻസർ 2 ആണല്ലോ. മോളിൽ 25ഉം അടിയിൽ 50 ആണെങ്കിൽ ആൻസർ 2 ആണ്. അടിഭാഗത്ത് 2 വരും, കട്ട് ചെയ്ത് പോയാൽ 25ഉം 50ഉം. ഇവിടെ 2 വന്നാൽ ഈ 2ഉം ഈ 6ഉം കട്ട് ചെയ്താൽ ഇവിടെ 3 വരും ഉത്തരം. പക്ഷേ ഇവിടെ 2 അല്ല വരും, ഇവിടെ 50യേക്കാൾ കുറച്ചുകൂടി അധികമുണ്ട്. അപ്പോൾ 2നേക്കാൾ അല്പം കൂടെ കൂടും. 2 ആണെങ്കിലാണ് 3 വരിക. 2നേക്കാൾ അല്പം കൂടെ കൂടിയാൽ 3നേക്കാൾ അല്പം കുറയും. 3നേക്കാൾ അല്പം കുറവ് ഇൻറ്റു 10⁻21. ഓപ്ഷനിലുണ്ടോ നോക്ക്. 3നേക്കാൾ അല്പം കുറവ് ഇൻറ്റു 10⁻21, 2.57 ഇൻറ്റു 10⁻21 യൂണിറ്റ് സെൽസ് എന്ന് ആൻസർ കിട്ടും നമ്മൾക്ക്. സിമ്പിൾ ആണല്ലോ. അപ്പോൾ അത്രയേ ചെയ്ത് നോക്കാവൂ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനകത്ത്. ആൻസർ സി. അല്ലാതെ ഇത് മുഴുവൻ എടുത്ത് വലിയ ഹ്യൂജ് കാൽക്കുലേഷൻ ചെയ്യരുത്. അപ്പം നിങ്ങൾ 58.5 അല്ലേ എങ്ങനെ ഈ ഉത്തരത്തിലെത്തിയത്? സിമ്പിളാണത്. ഇവിടെ 58.5 അല്ല എന്ന് വിചാരിക്കുക, 60യോ 63യോ എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നോക്കണേ, 4ഉം 100ഉം വെട്ടിയാൽ മുകളിൽ നിങ്ങൾക്ക് 25 കിട്ടും. ഇവിടെ 50 ആണെങ്കിൽ 25ഉം 50ഉം വെട്ടിയിട്ട് 2. ഇവിടെ 75 ആണെങ്കിൽ, 50ക്ക് പകരം 75 ആണെങ്കിൽ 75ഉം മുകളത്തെ 25ഉം വെട്ടിയാൽ അടിയിൽ 3 വരിക. റെഡിയാണല്ലോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി അത് എഴുതാം. 6.022 നോക്കണേ, 6.022 ഇൻറ്റു 10⁻21 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 58.5 ഇൻറ്റു 58.5 ഇൻറ്റു 4 ആണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ 4ഉം 100ഉം അങ്ങ് കട്ട് ചെയ്തിട്ട് ഇവിടെ 25 വന്നു. ഇവിടെ 50 ആണെങ്കിൽ 25ഉം 50ഉം കട്ട് ചെയ്താൽ 2 വരും. ഇവിടെ 50 അല്ല 75 ആണെങ്കിൽ 75ഉം 25ഉം കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. അപ്പോൾ 50 ആണെങ്കിൽ 2 വരും, 75 ആണെങ്കിൽ 3 വരും. 2 ആണെങ്കിൽ 2ഉം 6ഉം കട്ട് ചെയ്താൽ ഇവിടെ ഉത്തരം 3 ആയിരിക്കും. 3 ആണെങ്കിൽ 3ഉം 6ഉം കട്ട് ചെയ്താൽ ഇവിടെ ഉത്തരം 2 ആയിരിക്കും. അപ്പോൾ 2നും 3നും ഇടയിലാണെങ്കിൽ മുകളിലുള്ള ഉത്തരവും 2നും 3നും ഇടയിലായിരിക്കും. അപ്പോൾ സിമ്പിളാണ്. 50ക്കും 75നും ഇടയിലുള്ള 58.5 നിങ്ങൾ വിട്ടേക്ക്. അത് 60 ആണെങ്കിലും 63 ആണെങ്കിലും ഒക്കെ ഉത്തരം 2 പോയിന്റ് സംതിങ് ആണ്. 50ക്കും 75നും ഇടയിലുള്ള 6 അടിയിൽ വന്നാലും കട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഉത്തരം 2 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁻21 ആയിരിക്കും. ആ രീതിയിലുള്ള മാത്തമാറ്റിക്കൽ അസംഷൻസ് ആണ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. സഡൻലി കട്ട് ചെയ്ത് പോകണം. അപ്പോൾ എളുപ്പത്തിൽ കഴിയണം. വലിയ ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതാനുള്ള നേരമൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് 1 മിനിറ്റോളം ദൈർഘ്യമാണ് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സഡൻലി നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റണം. ചോദ്യം കണ്ടാൽ ഉടനെ തന്നെ NaCl ആണ്. NaCl ആണെങ്കിൽ മാസ് 58.5 ഗ്രാം. 58.5 ഗ്രാം ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. അപ്പോൾ 1 ഗ്രാം ആണെങ്കിൽ ബൈ 58.5. അപ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം കിട്ടി. യൂണിറ്റ് സെല്ലിൻ്റെ എണ്ണം ചോദിച്ചാൽ FCC സ്ട്രക്ചർ ആണെങ്കിൽ അടിയിൽ 4, BCC സ്ട്രക്ചർ ആണെങ്കിൽ 4 കൊടുത്തതിന് പകരം 2, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ 2 കൊടുത്തതിന് പകരം 1. എത്രയാണോ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്താൽ ഉടൻ ഓപ്ഷൻ നോക്കുന്നു 10⁻21. അപ്പോൾ ഒരു 100 മാറ്റി വെക്കുന്നു. 100ഉം 4ഉം കട്ട് ചെയ്തു 25. 25ഉം 58.5 എന്ന് പറയുമ്പോൾ ആൻസർ അടിയിൽ 2നേക്കാൾ കൂടും. ദെർഫോർ 6/2 ആണെങ്കിൽ 3 ആണ്. 2നേക്കാൾ കൂടിയാൽ 3നേക്കാൾ കുറയും. ദെർഫോർ ദ ആൻസർ ഈസ് 2.57 ഇൻറ്റു 10⁻21 എന്ന് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. സിമ്പിൾ ആണല്ലോ. ഇത് തന്നെ എൻട്രൻസ് എക്സാമിനേഷന് 1 ഗ്രാം എന്നതിന് പകരം 58.5 ഗ്രാം എന്ന രീതിയിലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇതേ ചോദ്യം മാസ് ഓഫ് 1 ഗ്രാം എന്നതിന് പകരം 58.5 ഗ്രാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, അപ്പോൾ ഇത്രയും ചെയ്യണ്ട. 58.5 ഗ്രാം ആണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. യൂണിറ്റ് സെല്ലിൻ്റെ എണ്ണം കിട്ടാൻ ഇവിടുന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 6/4, 3/2, 1.5. അപ്പോൾ ഉത്തരം 1.5 ഇൻറ്റു 10⁻23 എന്നായിരിക്കും. ക്ലിയർ അല്ലേ? ഇത് കൂടാതെ പബ്ലിക് എക്സാമിനേഷനും യൂണിറ്റ് സെല്ലുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 2016 2016 അതും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. 2016 കേരള ഹയർ സെക്കൻഡറി എക്സാമിനേഷന് കേരള HSC2 സെക്കൻഡ് ഇയർ കേരളയുടെ പേപ്പറിൽ കെമിസ്ട്രി പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ
കേരള HSCയിലെ 2016 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സെൽ ആർ ഓഫ് 2 ടൈപ്സ്, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദം എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നും സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നും യൂണിറ്റ് സെല്ലുകളെ രണ്ടായി തിരിക്കാം, അവർ തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് പറയാൻ. അതിലാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് വൈൻഡ് അപ്പ് ചെയ്തത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, എൻഡ് സെൻറ്റേർഡ് ക്യൂബ്. ക്ലിയർ ആണല്ലോ? അതിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും കൂടെ പറഞ്ഞു കൊടുത്താൽ അത് തമ്മിലുള്ള ഡിഫറൻസസ് ആയി, അല്ലെങ്കിൽ എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്താലും അത് തമ്മിലുള്ള ഡിഫറൻസസ് ആയി. അത് മാർക്കിനനുസരിച്ച് എഴുതുക. 2016 കേരളക്ക് ആകെ 1 മാർക്കിനാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ വല്ലാതെ ഇലാബറേറ്റ് ചെയ്ത് വലിച്ചു വാരി എഴുതേണ്ടതില്ല. ആ മാർക്കിനനുസരിച്ച് സ്പെസിഫിക് ആയി അത് എഴുതി പോവുക. ഇതോടെ നമുക്ക് യൂണിറ്റ് സെൽസ് എന്ന ആദ്യ ഭാഗം, യൂണിറ്റ് സെൽസിൻ്റെ പ്രൈമറി കോൺസെപ്റ്റ് വൈൻഡ് അപ്പ് ചെയ്ത് യൂണിറ്റ് സെല്ലിൻ്റെ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് ഇറങ്ങാം. യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി, യൂണിറ്റ് സെല്ലിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കും പാക്കിംഗ് എഫിഷ്യൻസി തുടങ്ങിയ ടേമുകളിലേക്ക് പോവാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഡെൻസിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും NCERT ടെക്സ്റ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് പാറ്റേൺ അങ്ങനെയല്ല. യൂണിറ്റ് സെല്ലുകളെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം, യൂണിറ്റ് സെല്ലുകളെ കുറിച്ച് ഞാനിപ്പോൾ പറയുമ്പോൾ നമ്മൾ ക്യൂബിക് ലാറ്റിസുകൾ എന്ന് എഴുതി വെച്ചാണ് യൂണിറ്റ് സെല്ലുകൾ എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലേ? എല്ലാ യൂണിറ്റ് സെല്ലുകളുടെയും ഷേപ്പ് ക്യൂബ് അല്ല. ക്യൂബിനെ ഉദാഹരണമായി എടുത്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്യൂബ് അല്ലാത്ത മറ്റ് 6 തരം യൂണിറ്റ് സെല്ലുകൾ കൂടെയുണ്ട്. 7 തരത്തിലാണ് യൂണിറ്റ് സെല്ലുകൾ ഉള്ളത്. ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ 7 വിധമാണ്. ഞാനതിൻ്റെ പേര് മാത്രം ഇപ്പോൾ പറയാം, ജസ്റ്റ് കേട്ട് വിട്ടാൽ മതി. ശ്രദ്ധിക്കേണ്ട അത് ഞാൻ മറ്റൊരു സമയത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ പേര് പറയുകയാണ്. ക്യൂബ് കൂടാതെ റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, ടെട്രഗണൽ, ട്രൈക്ലിനിക്, ഓർത്തോറോംബിക്, മോണോക്ലിനിക് എന്നൊക്കെ പറഞ്ഞ് മറ്റ് 6 തരത്തിൽ കൂടെ ക്രിസ്റ്റൽ സിസ്റ്റങ്ങളുണ്ട്. അതിൽ ഒരാളായ ക്യൂബിനെ മാത്രം എക്സാമ്പിളായി എടുത്താണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ടെക്സ്റ്റിൽ നിങ്ങൾ നേരെ ഇത് കഴിഞ്ഞാൽ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പറഞ്ഞ പേരുകളൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ് വരിക. അത് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ടത് ക്ലിയർ ആവില്ല. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം മാത്രം മാറ്റി വെക്കുന്നുണ്ട്. നേരെ ഡെൻസിറ്റിയിലേക്കൊക്കെ പോയി ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഈ കഷ്ണം പറയും. സോ ആരെങ്കിലും ടെക്സ്റ്റ് വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ എന്നല്ല പറയേണ്ടത്, എല്ലാവരും ടെക്സ്റ്റ് നോക്കണം. NCERTയുടെ ടെക്സ്റ്റ് ബുക്ക്, SCERTയുടെ ടെക്സ്റ്റ് ബുക്കും ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ഡൗൺലോഡ് ചെയ്ത് ഈ പാഠം വായിച്ച് തന്നെ നോക്കണം. അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ ഈ ഭാഗം കഴിഞ്ഞ്, നമ്മൾ ഇപ്പം നിർത്തിയ ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണും. 7 തരം ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ കാണും. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ അതിനൊപ്പം പറയുകയാണ്. ഇപ്പം നമ്മൾ 2ആയി അങ്ങ് തിരിച്ചു, അല്ലേ? യൂണിറ്റ് സെല്ലിനെ ഒന്നാമത്തെ യൂണിറ്റ് സെല്ല് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണെന്നും രണ്ടാമത്തെ ഒരു കാറ്റഗറി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളാണെന്നും പറഞ്ഞ് 2 കാറ്റഗറിയായി നമ്മൾ തിരിച്ചു. ഇതിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ക്യൂബിന്റെ കേസിൽ ഞാൻ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന് സിമ്പിൾ ക്യൂബ് എന്നൊരു പേര് കൂടെ പറഞ്ഞു. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളിലേക്ക് പോയപ്പോൾ ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ് തുടങ്ങിയവരൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ നിങ്ങളോട് എൻഡ് സെൻറ്റേർഡ് ക്യൂബ് എന്ന് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് എന്താ ഈ BCC FCC എന്നൊക്കെ എഴുതിയ പോലെ ഇയാളെ ചുരുക്കിയിട്ട് ECC എന്ന് ഞാൻ എഴുതാത്തത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, അല്ലേ? ഇയാൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിനെ BCC എന്നും ഫേസ് സെൻറ്റേർഡ് ക്യൂബിനെ FCC എന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ സെൻറ്റേർഡ് ക്യൂബിനെ ECC എന്നങ്ങ് എഴുതിയാൽ പോരെ. ഈ എൻ സെൻറ്റേർഡ് ക്യൂബ് എന്ന് പറയുന്ന കാറ്റഗറി സത്യത്തിൽ ക്യൂബിക് യൂണിറ്റ് സെല്ലുകളുടെ പാർട്ടല്ല. ക്യൂബ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചു വരുന്നു, യൂണിറ്റ് സെല്ല് ക്യൂബ് ആണെങ്കിൽ ക്യൂബിന് സിമ്പിൾ ക്യൂബും ബോഡി സെൻറ്റേർഡ് ക്യൂബും ഫേസ് സെൻറ്റേർഡ് ക്യൂബും മാത്രമേ ഉള്ളൂ. ഈ എൻ സെൻറ്റേർഡ് ആയ യൂണിറ്റ് സെല്ല് ക്യൂബിന്റെ കാറ്റഗറി അല്ല. ക്യൂബ് അല്ലാത്ത മറ്റ് 6 തരം ക്രിസ്റ്റലുകൾ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ഭാഗത്താണ് ഈ എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് വരുന്നത്. അപ്പൊ എൻ സെൻറ്റേർഡ് ക്യൂബ് എന്നതിന് പകരം എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നാണ് പറയേണ്ടത്. പിന്നെ ഞാൻ ഈ എൻ സെൻറ്റേർഡ് ക്യൂബ് എന്ന ടേം പറഞ്ഞത് ഒബ്ജക്റ്റീവ് എക്സാമിനെ കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. ഒബ്ജക്റ്റീവ് എക്സാമിനേഷന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത്
പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത്, ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് അവൈലബിൾ ആയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അതിൽ നിങ്ങൾ ഈ n സെന്റേർഡ് ക്യൂബ് എന്ന ടേം കാണും. n സെന്റേർഡ് ക്യൂബിനകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഉണ്ട് എന്നൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ n സെന്റേർഡ് ക്യൂബ് എന്ന് യൂസ് ചെയ്തത്. സോ ആ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എല്ലാം ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ പഠിക്കുക. റെഡിയാണല്ലോ? ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, യൂണിറ്റ് സെല്ലുകൾ രണ്ട് വിധമാണ്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും രണ്ട് സെന്റേർഡ് യൂണിറ്റ് സെല്ലും ആണ്. സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലുണ്ട്, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലുണ്ട്, n സെന്റേർഡ് യൂണിറ്റ് സെല്ലുണ്ട്. ക്ലിയർ അല്ലേ? ഈ n സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ n സെന്റേർഡ് ക്യൂബ് എന്ന് സത്യത്തിൽ വിളിക്കാൻ പറ്റില്ല. നമ്മളതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന വാക്കായതുകൊണ്ടാണ് ക്യൂബ് എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നത്. n സെന്റേർഡ് യൂണിറ്റ് സെൽ എന്നാണ് പറയേണ്ടത്. ക്യൂബുകൾ മൂന്ന് വിധത്തിലാണ്. അത് സിമ്പിൾ ക്യൂബും ബോഡി സെന്റേർഡ് ക്യൂബും ഫേസ് സെന്റേർഡ് ക്യൂബും ആണ്. ക്യൂബ് അല്ലാത്തൊരു കാറ്റഗറിയിലാണ് n സെന്റേർഡ് യൂണിറ്റ് സെല്ല് വരുന്നത്. ക്ലിയർ ആണല്ലോ? ആ കാറ്റഗറി ഏതാണ് എന്ന് പാഠം അവസാനിക്കുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അങ്ങനെ അങ്ങ് വിടുക. ഓക്കെ, അപ്പോ നന്നായി പഠിക്കുക. നമുക്ക് ഇനി കടന്നു പോകാനുള്ളത് ഡെൻസിറ്റിയിലേക്കാണ്. സോ അടുത്ത പാർട്ട് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ ആണ്.